ഓം ശാന്തി. ഇന്ന് നമ്മൾ ധനികരാകാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കേണ്ട സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, ആ സ്വഭാവങ്ങളെക്കുറിച്ചാണ് കൂടുതലായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊരു വ്യക്തിക്കും സ്വന്തം അധ്വാനത്തിലൂടെ എത്ര ഉയരങ്ങളിൽ വേണമെങ്കിലും എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. അവനവനെ വളർത്തുന്നതിലും അവനവൻ്റെ സ്വഭാവങ്ങളിൽ ഉയർച്ച കൊണ്ടുവരുന്നതിലും അല്പം ശ്രദ്ധയും കാണിക്കുകയാണെങ്കിൽ ഏത് ഉയരങ്ങളിലേക്കും ആർക്കും എത്തിച്ചേരാൻ സാധിക്കും. അതിലൊന്നാമതായി കൊണ്ടുവരേണ്ട വലിയൊരു സ്വഭാവമാണ് വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. ഡ്രീം ബിഗ്. സ്വപ്നങ്ങൾ ഒരിക്കലും നമ്മൾ ചെറുത് കാണരുത്, വലിയ വലിയ സ്വപ്നങ്ങളെ കാണണം. നമുക്ക് നേടാകുന്ന ഏത് കാര്യങ്ങളും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുകയാണ്, എനിക്കൊരു സ്വസ്ഥമായൊരു ജോലി വേണം. അങ്ങനെ ഒരു സങ്കല്പത്തിലൂടെയാണ് നമ്മൾ മുന്നേറുന്നതെങ്കിൽ ഒരു സ്വസ്ഥമായ ജോലി എന്ന ലക്ഷ്യത്തിലേക്ക് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. നമ്മൾ പലവരെയും കണ്ടിട്ടുണ്ട്, സ്വസ്ഥമായൊരു ജോലിയുണ്ട്, പക്ഷെ ആവശ്യത്തിന് ധനവുമില്ല, ധനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ. അപ്പം അങ്ങനെ ചെയ്യാതെ നമുക്ക് ആവശ്യം പോലെ ധനം സമ്പാദിക്കുന്ന ഉയർന്ന അവസ്ഥയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ, വലിയ വലിയ ഒരു ബിസിനസ്മാനായി അല്ലെങ്കിൽ വലിയൊരു എൻ്റർപ്രണറായി അല്ലെങ്കിൽ വലിയൊരു ഉയർന്ന അവസ്ഥയിൽ ധാരാളം ധനം സമ്പാദിക്കുന്ന അവസ്ഥയിലേക്ക് എനിക്ക് എത്തിച്ചേരണം. അങ്ങനെ വലിയ സ്വപ്നമാണ് നമ്മളെപ്പോഴും കാണേണ്ടത്. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു സ്വഭാവമാണ് ഡ്രീം ബിഗ്. രണ്ടാമത് കൊണ്ടുവരേണ്ട സ്വഭാവമാണ് കൺസിഡർ യുവർ സെൽഫ് ആസ് എ കോർപ്പറേറ്റ്. നമ്മളൊരിക്കലും ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഞാനൊരു വർക്കറാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. എപ്പോഴാണോ ഞാൻ ഒരാളുടെ ഒരു വർക്കറാണ് എന്ന് ചിന്തിക്കുന്നത്, അപ്പോൾ നമ്മുടെ മെൻറ്റാലിറ്റിയും അതുപോലെ ആയിരിക്കും. ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാണ്, അയാളിൽ നിന്ന് സാലറി വാങ്ങുന്നുണ്ട്, അയാൾ സൈൻ ചെയ്ത ചെക്കാണ് എനിക്ക് സാലറി കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കണം, ഞാൻ എൻ്റെ സർവീസ് അയാൾക്ക് നൽകുകയാണ്. അവനവനെക്കുറിച്ചൊരു കമ്പനി എന്ന ലെവലിലായിരിക്കണം നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നത്. സപ്പോസ് നിങ്ങളൊരു അക്കൗണ്ടിങ് ചെയ്യുന്ന ആളാണെന്നിരിക്കട്ടെ, അക്കൗണ്ടൻ്റ് ആണെന്നിരിക്കട്ടെ, നിങ്ങളുടെ പേര് അഖിലേഷ് എന്നാവട്ടെ. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അഖിലേഷ് കോർപ്പറേറ്റ് ഗിവിങ് അക്കൗണ്ടിങ് സർവീസ് ടു ABC കോർപ്പറേഷൻ. അങ്ങനെ ഒരു വലിയ ഭാവന നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. ഞാനൊരു സ്കൂളിൽ ടീച്ചറായി വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കട്ടെ, നിങ്ങളുടെ പേര് അഖില എന്നായിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അഖില കോർപ്പറേറ്റ് ഗിവിങ് ടീച്ചിങ് സർവീസ് ടു ABC സ്കൂൾ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു കോർപ്പറേറ്റ് ആണെന്നുള്ള വലിയൊരു ചിന്ത വരുന്ന സമയം നമ്മൾ ആ ഒരു മാനസികാവസ്ഥ എൻ്റർപ്രണർ മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഒരു കമ്പനിയും ഒരു സുപ്രഭാതത്തിൽ വളർന്നു വരുന്നതല്ല. അതിൽ നല്ല നല്ല പ്രോപ്പറായ ഡിസിഷൻ എക്യുറേറ്റ് ടൈമിലെടുത്ത് നല്ല നല്ല റിലേഷൻസ് ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് അങ്ങനെയാണ് ഓരോ കമ്പനിയും വളർത്തിയെടുക്കുന്നത്. സ്വയം ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മളുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയുണ്ട്, സമയാസമയങ്ങളിൽ നമ്മൾ അസസ് ചെയ്യാനും നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണോ അതിൽ ശ്രദ്ധിക്കാനും, ഞാൻ കൊടുക്കുന്ന എൻ്റെ സർവീസ് അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ടോ, കൂടുതൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് എത്ര ആക്കുന്നുണ്ട്, എൻ്റെ കമ്പനിയെ എത്ര വലുതാക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അറ്റൻഷൻ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളൊരിക്കലും നിങ്ങൾ വ്യക്തിയാണ്, ഒരു വർക്കറാണെന്ന് ചിന്തിക്കരുത്. എപ്പോഴും അവനവനെ ഒരു കോർപ്പറേറ്റ് ആയിക്കൊണ്ട് ചിന്തിക്കണം. മൂന്നാമതായി കൊണ്ടുവരേണ്ട, നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു വലിയ ഗുണമാണ് കമ്മിറ്റ് ടു എക്സലൻസ്. ഏത് കാര്യം ചെയ്യാനെങ്കിലും ഏറ്റവും പ്രഗത്ഭത്തോടു കൂടി ആ കാര്യം ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കണം. ഏതൊരു മേഖലയിലാണെങ്കിലും അതിൽ ഏറ്റവും ടോപ്പായിരിക്കുന്ന 10 ആളുകൾ, ആ 10 ആളുകളിൽ ഒരാളാകുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം നിങ്ങൾ അധ്വാനിക്കുന്നത്. ഇന്ന് ടോപ്പായിരിക്കുന്ന ആളുകളെ ആരെ നിങ്ങൾ നോക്കിയാലും ഒരു കാലത്ത് അവരും ഏറ്റവും ലോ ആയിരിക്കുന്ന 10 ആളുകളിൽ ഒരാളായിരുന്നിട്ടുണ്ടാകും. അതിനുശേഷം നിരന്തര അധ്വാനത്തിലൂടെ നേടിയെടുത്തതാണ് ഇന്നത്തെ ടോപ്പായിരിക്കുന്ന 10 ആളിൽ ഒരാൾ എന്ന സ്ഥാനം. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ഫീൽഡിലാണോ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടത്, കാരണം എല്ലാ ഫീൽഡിലും ഒരേ സമയം ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മളുടെ ഫീൽഡ് ഏതാണ് എന്നാണ് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ആ ഫീൽഡിലെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അതിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, അതിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ, അതിലെ പ്രാവീണ്യം നിങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പഠിക്കണം. അതിനുവേണ്ടി സമയം കണ്ടെത്തണം. ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തണം. അങ്ങനെ ഒരു ദിവസം അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, അതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ ഉള്ളിൽ വളരെ വളരെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ തുടങ്ങും. ഒരു ദിവസം 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് സമയമെങ്കിലും നിരന്തരം ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 7 ദിവസം
അഥവാ ഒരാഴ്ച കൊണ്ട് 3.5 മണിക്കൂർ സമയം നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ എക്സലൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ദിവസേന കുറച്ച് സമയം ഉപയോഗിക്കുക, അവനെ ഡെവലപ്പ് ചെയ്യുക, അതിലേക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ എക്സലൻസിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. 4-മത്തത്, യൂസ് യുവർ ഫ്രീ ടൈം പ്രൊഡക്റ്റീവ്ലി. നമ്മുടെയൊക്കെ കയ്യിൽ ധാരാളം ഫ്രീ ടൈം ഉണ്ട്. ചിലവരൊക്കെ എന്ത് ചെയ്യും, ഇൻ്റർനെറ്റ് വെറുതെ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കും, വാട്സപ്പിൽ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ സമയം നമ്മൾ പോലും അറിയാതെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. സമയം നമുക്ക് ധനമാണ്. ആരാണോ സമയത്തിനെ ഉപയോഗിക്കുന്നത് അവരെയാണ് സമയം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എപ്പോൾ ഫ്രീ ടൈം കിട്ടിയാലും എന്തെങ്കിലും വീഡിയോ കാണാം, നല്ല പ്രൊഡക്റ്റീവായ നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്ന, നിങ്ങളുടെ നോളേജ് വർദ്ധിപ്പിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം, പുസ്തകങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം, പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ട മറ്റെന്തെങ്കിലും ഭാഷ വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നമ്മൾക്ക് എന്താണോ അത്യാവശ്യമായ കാര്യങ്ങൾ ആ കാര്യങ്ങൾ കണ്ടെത്തി അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കണം. അങ്ങനെ സമയം ചെലവഴിക്കുന്ന സമയം നമ്മളറിയാതെ നമ്മുടെ എഫിഷ്യൻസി വർദ്ധിക്കും. എഫിഷ്യൻസി വർദ്ധിച്ചാൽ നിങ്ങൾക്ക് ധനികരാകുക എന്ന വലിയ നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്ര അതും സഫലമാകാൻ നിങ്ങൾക്ക് സാധിക്കും. 5-മത്തെ പോയിന്റ്, ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പൈസ എത്രയാണെന്ന് പോലും നമ്മളറിയാറില്ല. നമ്മളിന്ന് ജീവിക്കുന്ന ഈ ലോകം നമ്മളറിയാതെ നമ്മളെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ നമ്മളെ ട്രാപ്പ് ചെയ്യുന്നൊരു ലോകമാണെന്ന് തന്നെ പറയാം. ഓൺലൈൻ പർച്ചേസിങ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് ആവശ്യമുണ്ടെന്ന് പോലും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കില്ല. വളരെ വില കുറവാണ്, ഒന്നെടുത്താൽ 4 കിട്ടുകയായി, അല്ലെങ്കിൽ ഈ രീതിയിൽ വാങ്ങുകയാണെങ്കിൽ 50% കുറവാണ്. ഇങ്ങനെയൊക്കെയുള്ള പല പ്രലോഭനങ്ങളും നമ്മളറിയാതെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും ഓർഡർ കൊടുത്തു പോകും. അതുപോലെ തന്നെ സിറ്റിയിലൂടെ നമ്മൾ വെറുതെ വാക്കിങ്ങിന് പോകാതിരിക്കാം, അല്ലെങ്കിൽ പർച്ചേസിന് പോകാതിരിക്കാം, കട വിറ്റഴിക്കലാണ്. അപ്പോൾ അവരവരുടെ സാധനങ്ങൾ ഒഴിവാക്കുകയാണ്, നമ്മളറിയാതെ നോക്കി പോകുന്ന സമയത്ത് അത്യാവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യമില്ല. ആ സാധനം ഞാൻ വാങ്ങുന്നത് കൊണ്ട് എനിക്കെന്തെങ്കിലും യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ പലപ്പോഴും യൂസ് പോലും ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങും. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ആ സാധനം, എന്തൊരു സാധനം വാങ്ങുമ്പോഴും ആദ്യം നിങ്ങൾ ചിന്തിക്കണം, ഇതെനിക്ക് ആവശ്യമുള്ളതാണോ, ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ. അങ്ങനെ ഏതൊരു സാധനം വാങ്ങുന്നേക്കാൾ മുന്നും നമ്മൾ ഈ രീതിയിൽ ചെറിയൊരു ചോദ്യം അവനവനോട് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ പോക്കറ്റിലെ പൈസ നമ്മളറിയാതെ പോകാതിരിക്കും. ഇത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോകുന്നത് നമ്മളറിയാതെ വലിയ വലിയ കാര്യങ്ങളായി മാറും. അതുകൊണ്ട് ചെറിയ ചെറിയ എക്സ്പെൻസുകളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് റിച്ച് ആകാൻ വേണ്ട, അഥവാ ധനികനാകാൻ വേണ്ട വളരെ വലിയൊരു സ്വഭാവമാണ്. 6-മത്തെ പോയിൻ്റാണ് ചാർജസ് ആൻഡ് കോയിൻസ്. പലതുള്ളി പെരുവെള്ളം നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ കയ്യിലുള്ള 5 രൂപ നാണയമാണെങ്കിലും 10 രൂപ നാണയമാണെങ്കിലും 2 രൂപ നാണയമാണെങ്കിലും 1 രൂപ നാണയമാണെങ്കിലും ഒരു ഭണ്ഡാരത്തിൽ അഥവാ ഒരു സേവിങ്സ് ബോക്സിൽ നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അത് 1000-ങ്ങളും 10,000-ങ്ങളുമായി മാറും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമുണ്ടായി പോകുന്നതും. നമ്മളറിയാതെ എത്രയോ ചാർജുകൾ നമ്മൾ അടച്ചുകൊണ്ടിരിക്കും. ഇലക്ട്രിസിറ്റി ബില്ല് വരും, നമ്മൾ കെയർലെസ് ആയിരിക്കും. ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുക, ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചില്ല, അപ്പോൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. BSNL ബില്ല് വരും, നമ്മൾ നോക്കില്ല, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും അടച്ചിട്ടുണ്ടാവുക, ടൈം കഴിഞ്ഞിട്ടുണ്ടാവും, അതിന് ഫൈൻ അടയ്ക്കുന്നുണ്ടാവും. ബാങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും, ചെക്ക് ബൗൺസ് ആവും, നമുക്ക് ബാങ്കിൽ നിന്ന് ചാർജസ് വരും. ഇങ്ങനെ എത്രയോ കൊച്ചു കൊച്ചു പൈസകൾ നമ്മളറിയാതെ നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നു. അപ്പോൾ വർദ്ധിക്കുന്നതും അങ്ങനെയാണ്, നഷ്ടപ്പെടുന്നതും അങ്ങനെയാണ്. അവിടെ ചെറിയൊരു അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ നഷ്ടപ്പെടുന്ന പൈസ നമുക്ക് ലാഭമാക്കി കൊണ്ടുവരാൻ സാധിക്കും. ഇത് ചെറിയ കാര്യങ്ങളിലല്ല, വലിയ വലിയ കാര്യങ്ങളിലും നമ്മൾ അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചാർജസ് ആൻഡ് കോയിൻസ് അത് നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്വഭാവമാണ്. ദ ലാസ്റ്റ് ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് അതാണ് പേ ടു യുവർ സെൽഫ്. വരുന്ന ഇൻകം എത്രയാണെങ്കിലും അതിൻ്റെ ഒരു 10% ആദ്യം നിങ്ങൾക്ക് സ്വയം അവനവന് വേണ്ടി പേയ്മെൻറ്റ് കൊടുക്കുക, അത് മാറ്റി വയ്ക്കുക. അതിൽ നിത്യചെലവ് നടത്തരുത്. നമ്മുടെ പാല് വാങ്ങാനോ പച്ചക്കറി വാങ്ങാനോ മറ്റു സാധനങ്ങൾക്കോ കുട്ടികളുടെ ഫീസ് അടയ്ക്കാനോ അത്തരം കാര്യങ്ങൾക്കൊന്നും ആ പൈസ ഉപയോഗിക്കരുത്. ഇനി 10% മാറ്റി വയ്ക്കത്തക്ക വിധ
ഒരു വരുമാനം എൻ്റെ കയ്യിലില്ല എങ്കിൽ നമ്മൾ അതിൽ നിന്ന് 1% മാറ്റിവെക്കുന്നൊരു സ്വഭാവം നമ്മൾ കൊണ്ടുവരണം. ആ 1% പൈസ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. അതിനെ നിങ്ങളുടെ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഉപയോഗിക്കാൻ തയ്യാറാകണം. ആദ്യം 1% ആകുക, അതിനെ പതുക്കെ വർദ്ധിപ്പിച്ച് 10% ആകുക. അപ്പോൾ ആ 90% മണി കൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാനും ആ ഒരു 10% എൻ്റെ കയ്യിൽ വന്നിട്ടില്ല എന്ന് സങ്കല്പിക്കുക. അതിനെ വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് യൂസ് ചെയ്യുക. ഇങ്ങനെ യൂസ് ചെയ്യുകയാണ് എങ്കിൽ ചെറിയ വരുമാനമുള്ള ആളുകൾ പോലും ഭാവിയിൽ ഒരിക്കലും വിഷമിക്കാത്ത രീതിയിൽ ജീവിക്കാൻ സാധിക്കും. പലപ്പോഴും ധാരാളം സാലറി വാങ്ങിയിട്ടുള്ള ആളുകളും അവസാന കാലഘട്ടത്തിൽ 5 പൈസ കയ്യിലില്ലാതെ മറ്റുള്ളവരുടെ ആവശ്യപ്പെടുന്ന രീതിയിൽ ജീവിക്കേണ്ട അവസ്ഥ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 1 പൈസ പോലും അവർക്ക് വേണ്ടി പേയ്മെൻറ്റ് നടത്തിയില്ല. അതുകൊണ്ട് നമുക്ക് ധനികരാകാൻ വേണ്ട നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. അപ്പോൾ ഈ 7 സ്വഭാവങ്ങൾ, ഒന്നാമത്തത് ഡ്രീമിങ് ബിഗ്, വലിയ സ്വപ്നങ്ങൾ കാണുക. രണ്ടാമത്തത് കൺസിഡർ യുവർ സെൽഫ് എസ് കോർപ്പറേറ്റ്, നിങ്ങൾ വലിയൊരു കമ്പനിയായി കണക്കാക്കുക. മൂന്നാമത്തത് കമ്മിറ്റ് ടു എക്സലൻസ്, നിങ്ങൾ പ്രാഗൽഭ്യത്തിലേക്ക് വേണ്ടി നിങ്ങളെ സമർപ്പിക്കുക. നാലാമത്തത് യൂസ് ഫ്രീ ടൈം പ്രൊഡക്റ്റീവ്ലി. അഞ്ചാമത്തത് കൺട്രോൾ യുവർ സെൽഫ് ഫ്രം വേസ്റ്റ്ഫുൾ എക്സ്പെൻസസ്. ആറാമത്തത് കോയിൻസ് ആൻഡ് ചാർജസ്. ഏഴാമത്തത് പേ ടു യുവർ സെൽഫ് ഫസ്റ്റ്. 7 കാര്യങ്ങളെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും വലിയൊരു ധനികനാകാൻ സാധിക്കുന്നതാണ്. നിങ്ങളും ഈ 7 കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങളിൽ വികസിപ്പിച്ചെടുത്ത് ഒരു വലിയ ധനികനായി തീരട്ടെ എന്നീ തരുണത്തിൽ ആശംസിക്കുന്നു.